നോർത്തേൺ സ്റ്റാർ ഫിസ്കിൻ്റെ സ്മഗ്ലിംഗ് പുറത്തു കൊണ്ടുവന്ന് ജനങ്ങളുടെ മുന്നിൽ എക്സ്പോസ് ചെയ്യാൻ കിട്ടിയ ഒരവസരമാണ് മാറ്റ് മർഡോക്കിന് ഈ കപ്പൽ. അതിലെ അനധികൃത ആയുധക്കടത്തിനെ പറ്റി അറിയാവുന്ന രണ്ടുപേർ, കപ്പലിൻ്റെ കപ്പിത്താനും കൂടുള്ള ഫസ്റ്റ് മാനും. കപ്പിത്താനെ വൈകാതെ തന്നെ ഫിസ്കിൻ്റെ ടീം കൊന്നൊടുക്കിയപ്പോൾ ഇനി ഫസ്റ്റ് മാനായ ക്രിസ്റ്റോഫി മാത്രമാണ് ഏക ചാൻസ്. ഇതിനിടയ്ക്ക് മർഡോക്ക് ഇവരെ തെരയാൻ ഏൽപ്പിച്ച തൻ്റെ ലോ ഫേമിലെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവായ ചെറി, പുള്ളിയെ മേയറുടെ AVTF ആൻറ്റി വിജിലാൻറ്റി ടാസ്ക് ഫോഴ്സ് വന്ന് ഭീഷണിപ്പെടുത്തി മർദ്ദിക്കുന്നതിനിടെ മർഡോക്ക് ഡെയർഡെവിളായി അവിടേക്കെത്തി അവരുമായി പോരാടിയെങ്കിലും ചെറിയുടെ പെട്ടെന്നുള്ള ഹാർട്ട് അറ്റാക്ക് ആ സൂപ്പർ ഹീറോയെ തളർത്തി. ഈ തക്കം അവനെ ആവശ്യനാക്കി മുഖം മൂടി പിടിച്ചഴിച്ചതുവഴി അവിടെ ഡെയർഡെവിൾ എന്നത് മാറ്റ് മർഡോക്കാണെന്ന് പിടിച്ചപ്പോൾ പൊടുന്നനെ ഫോഴ്സിനെ എല്ലാം വകവരുത്തി അവിടെ മർഡോക്കിന് രക്ഷകനായി എത്തിയത് മറ്റാരുമായിരുന്നില്ല, അവരുടെ പ്രധാന ശത്രുവായ ബുൾസൈ, ബെഞ്ചമിൻ പോയിന്റ് ഡെക്സ്റ്റർ എന്ന ബുൾസൈ. രണ്ടാം എപ്പിസോഡ് തുടങ്ങുന്നതും ഇതേ സാഹചര്യത്തിൽ നിന്ന് തന്നെയാണ്. പോലീസും മെഡിക്സും എല്ലാം എത്തി മരിച്ച പോരാളികളെ എടുത്തുകൊണ്ട് പോകുന്നതും ചെറി ഭാഗ്യത്തിന് മരിക്കാതെ അയാളെ ഓക്സിജൻ മാസ്ക് ഒക്കെ ഇടിച്ച് ആശുപത്രിയിലേക്ക് എടുക്കുന്നതുമൊക്കെ ദൂരെ മാറി ഒരു കെട്ടിടത്തിൽ നിന്ന് ഡെയർഡെവിൾ നോക്കി കാണുമ്പോൾ കയ്യിൽ ആ കത്തിയുണ്ട്, പോയിന്റ് ഡെക്സ്റ്ററുടെ ആ സിഗ്നേച്ചർ നൈഫ്. ഈ പ്രധാന ശത്രു എന്തിനാണ് തന്നെ സഹായിച്ചത് എന്നതാണ് മാറ്റിനെ അലട്ടുന്ന പ്രധാന ചോദ്യം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ചെറിയുടെ മുഖത്ത് വെച്ചിരിക്കുന്ന ഓക്സിജൻ മാസ്ക് ഒന്നിലേക്കും കണക്ട് ചെയ്തിട്ടില്ല. സാധാരണ ഒരു രോഗിക്ക് ശ്വാസം നൽകാൻ ആ മാസ്ക് ഒരു ഓക്സിജൻ ടാങ്കിലോ അല്ലെങ്കിൽ ഒരു ബാഗിലോ മറ്റോ കണക്ട് ചെയ്യാറൊക്കെയുണ്ട്. അല്ലാതെ വെറുതെ മാസ്ക് വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരുപക്ഷെ ഏപ്രിൽ ഫുൾ ദിനത്തിൽ റിലീസ് ചെയ്തുകൊണ്ട് അണിയറപ്പുറത്ത് കാണിച്ചൊരു തമാശയാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കൊള്ളാം. ബുൾസൈ മർഡോക്കിൻ്റെ രക്ഷകനായി എത്തിയെങ്കിലും ക്യാരൻ്റെ പക്ഷേ ഇതിലൊന്നും നോക്കാനില്ല. കാരണം ഫോഗി നെൽസിനെ കൊന്നവനാണ് അവൻ. അവൻ്റെ മേൽ ഒരു കൺഫ്യൂഷനും വേണ്ട, നമ്മളുടെ ശത്രു തന്നെയാണ്. ഇന്നേരം നമ്മൾ ബുൾസൈയെ ഈ സീസണിൽ ആദ്യമായി കാണുവാണ് ഒരു പള്ളിയിലായി. അവൻ തിരക്കുന്നത് സിസ്റ്റർ മാഗിയാണ്. മാഗി ആരെന്ന് മറന്നില്ലല്ലോ, മർഡോക്കിൻ്റെ യഥാർത്ഥ അമ്മ. വലിയ കുറ്റങ്ങൾ ഒരുപാട് ചെയ്തെന്നും അതിന് പാപവിമോചനം വേണമെന്നും മാനസാന്തരം പോലെ വന്ന് നിൽക്കുവാണ് അവൻ. എന്നാൽ മാഗി നിലവിൽ രാജ്യത്ത് തന്നെ ഇല്ലതാനും. അവൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും വല്ലാത്തൊരു നിഗൂഢതയുണ്ട്. എപ്പോഴാണ് ആൾ അപകടകാരിയായി മാറുക എന്ന് പറയാൻ കഴിയില്ല. എന്നായാലും അവിടെ അച്ഛൻ പട്ടത്തിന് വേണ്ടി പഠിക്കുന്ന ഒരുവനുമായി സംസാരിച്ച് നിൽക്കുമ്പോൾ വൈകാതെ കിങ് പിന്നിൻ്റെ ചെവിയിലേക്ക് എത്തുകയാണ് നടന്ന സംഭവങ്ങൾ. ചെറിയ ഭീഷണിപ്പെടുത്താൻ ടാസ്ക് ഫോഴ്സ് പോയതായും എന്നാൽ അവിടെ ഡെയർഡെവിൾ എത്തി കഠിനമായ പോരാട്ടം നടന്നു. ഒടുക്കം നല്ല ഉന്നമുള്ള ആരോ ഫോഴ്സിലുണ്ടായിരുന്ന 4 പേരെയും കൊന്ന് ഡെയർഡെവിളിനെ രക്ഷിച്ചെന്ന് ബക്കറിയിക്കുമ്പോൾ ഫിസ്കിന് അത് ആരാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ബുൾസൈ വീണ്ടും തിരിച്ചെത്തിയെന്ന് പിടിയിടുന്ന ഫിസ്കിൻ്റെ ദേഷ്യം തീർക്കുന്നത് അയാളുടെ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബോക്സിംഗ് ട്രെയിനറുടെ അടുത്തും. തന്നെ ഒരിക്കൽ വധിക്കാൻ ശ്രമിച്ച പോയിന്റ് ഡെക്സ്റ്റർ വീണ്ടും എത്തിയിരിക്കുന്നത് ഒരു ഭീഷണിയാണ്. ഡെയർഡെവിളിനെ പോയിന്റ് ഡെക്സ്റ്റർ രക്ഷിച്ചു എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ നടക്കുന്നുണ്ട്. വലം കൈയായ ബക്കിൻ്റെ അഭിപ്രായമാകട്ടെ ഫിസ്കിനറിയാം മാറ്റ് മർഡോക്കാണ് മാസ്കിന് പിന്നിലെ ഡെവിളെന്ന്. അക്കാര്യം ജനങ്ങളെ ഇനിയെങ്കിലും അറിയിക്കുക എന്നതാണ്. ഇവിടുത്തെ കാര്യം ചിലർക്കും പലർക്കും സംശയം തോന്നിയേക്കാം. ഫിസ്ക് എങ്ങനെ ഈ ഡെയർഡെവിളിൻ്റെ റിയൽ ഐഡൻറ്റിറ്റി മനസ്സിലാക്കിയെന്ന്. ഈ സംഭവം നടക്കുന്നത് ഡെയർഡെവിളിൻ്റെ നെറ്റ്ഫ്ലിക്സ് സീരീസിലാണ്. ഫിസ്ക് ജയിലിലിരിക്കെ മർഡോക്കുമായി നടത്തുന്ന ചർച്ചയ്ക്കിടെ അയാൾ വയലൻ്റായി അഴിക്കുന്നത് മർഡോക്ക് ഡിഫെൻഡ് ചെയ്തതിൽ തുടങ്ങുന്ന സംശയം ഈ ഒരു വക്കീലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ്ങിന് വഴിവെക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്നൊരു കലഹത്തിലൂടെയാണ് ഫിസ്കിന് ഡെയർഡെവിൾ മർഡോക്കാണെന്ന് മനസ്സിലാവുന്നതും അതുപോലെ തന്നെ കെയ്ഡൻ പേജുമായിട്ടുള്ള കൺഫ്രണ്ടേഷനിൽ വെച്ചുള്ള അവളുടെ ഇമോഷണൽ റിയാക്ഷനും കാരണമായി ഫിസ്കിനെ ഇത് ഊഹിച്ചെടുക്കാൻ. ആ സീരീസ് ഫിനാലയിൽ മർഡോക്ക് ഫിസ്കുമായി ഒരു ഡീലിലെത്തി. FBI സ്പെഷ്യൽ ഏജന്റായ റെയ് നദീമിൻ്റെ മരണത്തിന് പിന്നിൽ അയാളുടെ ഭാര്യ വനേസയുടെ ഇൻവോൾവ്മെൻ്റ് ഉള്ളതെക്കുറിച്ച് പറയാതെ സൈലൻ്റ് ആയിരിക്കാം. എന്നാൽ താൻ ഡെയർഡെവിൾ ആണെന്നുള്ള കാര്യം പുറത്തു വരാതിരുന്നാൽ മാത്രം. വൈഫിനെ ഏറെ സ്നേഹിക്കുന്ന ഫിസ്ക് ഈ ഒരു ഡീലിൻ്റെ പേരിലാണ് സത്യം വെളിപ്പെടുത്താതിരുന്നത്. മർഡോക്കിൻ്റെ ഭയം താൻ ഡെയർഡെവിൾ ആണെന്നുള്ള കാര്യം റിവീലായാൽ സുഹൃത്തുക്കളായ ഫോഗിക്കും കാരനും അത് ഭീഷണി അയക്കുമെന്നായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ സീനിലേക്ക് വരുമ്പോൾ ബക്കിൻ്റെ അഭിപ്രായത്തോട് കിങ് പിന്നിന് യോജിക്കാൻ വയ്യ. തീർച്ചയായും വിജിലാൻറ്റുകളിൽ ഒരുവനായതുകൊണ്ട് തന്നെ ഡെയർഡെവിൾ ജനങ്ങൾക്ക് ശത്രു തന്നെയാണ്. എന്നാൽ അത് മർഡോക്കാണെന്ന് വിളിച്ചു പറയുമ്പോഴുള്ളൊരു പ്രശ്നം, നഗരത്തിൻ്റെ മേയറുടെ തന്നെ ജീവൻ രക്ഷിച്ച ഒരാളാണ് മാസ്കിന് പിന്നിലെന്നറിഞ്ഞാൽ അവിടെ ജനങ്ങളുടെ ചിന്താഗതി തന്നെ മറിയിക്കാം. അതെ, അങ്ങനൊരു സംഭവം കൂടിയുണ്ട്. ബുൾസൈ വന്നിട്ട് കിങ് പിന്നെ കൊല്ലാനൊരു വധശ്രമം നടത്തി പാടായതെക്കുറിച്ച് മുന്നേ പറഞ്ഞിരുന്നില്ലേ? അന്ന് അത് മിസ്സായതിന് കാരണം മർഡോക്ക് അയാൾക്ക് നേരെ വന്ന വെടിയുണ്ട് ഏറ്റുവാങ്ങിയതിലൂടെയാണ്. എന്നാൽ മർഡോക്ക് പിന്നീട് ആ ഗൺ ഷോട്ട് തരണം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടിപ്പോൾ ഡെയർഡെവിളിൻ്റെ രഹസ്യരൂപം മാറ്റ് മർഡോക്കാണെന്ന സത്യം പുറത്തുവിടാൻ ഫിസ്ക് തയ്യാറല്ല. കാരണം അത് തൻ്റെ ആൻറ്റി വിജിലാൻറ്റി പ്രൊപ്പഗാണ്ടയെ തന്നെ ബാധിക്കും. താൻ പടുത്തുയർത്തുന്ന രാഷ്ട്രീയ പ്രതിച്ഛായ തകരുമെന്ന് ഫിസ്കിന് ആശങ്കയുണ്ട്. ജനങ്ങളുടെ കണ്ണിൽ ഡെയർഡെവിൾ എന്നും ഒരു അപകടകാരി ആക്രമി മാത്രമായിരിക്കണം, അല്ലാതെ ഒരിക്കൽ തൻ്റെ ജീവൻ രക്ഷിച്ച ഹീറോ ആയ അന്ധനായ വക്കീലാകരുത്. പക്ഷേ ഫിസ്ക് ഇവിടെ ഒരു സ്ട്രാറ്റജി ഇറക്കുവാണ്. ഒളിഞ്ഞു നടക്കുന്ന ഡെയർഡെവിളിനെ കിട്ടാനുള്ള ഒരു കലക്കൻ ബുദ്ധി. ഒരു പബ്ലിക് വീഡിയോ തയ്യാറാക്കുവാണ്. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ? പ്രിയ ജനങ്ങളെ, ഒരിക്കൽ എൻ്റെ ജീവൻ കവരാൻ നോക്കിയ ബുൾസൈ എന്ന വിജിലാൻറ്റി വീണ്ടും നഗരത്തിൽ എത്തിയിരിക്കുന്നതായി കഴിഞ്ഞ രാത്രി നടന്ന സംഭവങ്ങളിലൂടെ അറിഞ്ഞു കാണുമല്ലോ. എന്നെ രക്ഷിച്ച ഹീറോയായ മാറ്റ് മർഡോക്കിനും ഇപ്പോൾ ബുൾസൈ ഒരു ഭീഷണി തന്നെയാണ്. അതുകൊണ്ട് അയാൾ എവിടെയായാലും കണ്ടുപിടിക്കുക. കാരണം ഞാൻ ജീവിച്ചിരിക്കുന്നതിന് കാരണമായ അദ്ദേഹത്തിനും സുരക്ഷ അത്യാവശ്യമാണ്. ഇതോടെ ജനങ്ങൾക്കിടയിലും ഒരു അലേർട്ട് വരികയാണ് മർഡോക്കിനെ കണ്ടാൽ അറിയിക്കാനുള്ളത്.
മാറ്റ് മർഡോക്കും കാരൻ പേജും ഇന്നേരം തങ്ങളുടെ രഹസ്യ താവളത്തിൽ വെച്ച് അടുത്ത നീക്കങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാണ്. ഹോസ്പിറ്റലൈസ്ഡ് ആയ ചെറിയുടെ കാര്യത്തിൽ ഇതിന് ഭേദമുണ്ടെന്ന് കാരൻ തിരക്കി അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ടാസ്ക് ഫോഴ്സ് ഇനി ആശുപത്രിയിലെത്തി എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഫിസ്കിൻ്റെ ഭരണത്തിൽ നടക്കുന്ന അടിച്ചമർത്തലുകൾ അതിലടക്കുന്നതിനെപ്പറ്റി ഇവർ സംസാരിക്കുമ്പോൾ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ നടക്കുന്നത്. റെസ്റ്റോറൻറ്റിലെ ആ ഗ്രീക്ക് ലേഡി അരിയാനയെ ടാസ്ക് ഫോഴ്സ് ഒരു കാരണവും കൂടാതെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ജനങ്ങളെല്ലാം നോക്കി ഇതെന്താ കാര്യമെന്ന് ചോദിക്കുന്നെങ്കിലും ഒരു ഉത്തരവുമില്ല. ഫിസ്ക് നിയമവിരുദ്ധമായി ആയുധം കടത്തുന്നുണ്ടെന്ന് മർഡോക്കിന് ക്ലിയറായ സ്ഥിതിക്ക് നോർത്തേൺ സ്റ്റാർ ചർക്ക് കപ്പലിൻ്റെ ഫസ്റ്റ് മേറ്റായ ക്രിസ്റ്റോഫിയെ കണ്ടെത്താനാണ് മാറ്റിൻ്റെ തീരുമാനം. അവനെ പിടികൂടാൻ കഴിഞ്ഞാൽ പോർട്ട് വഴി ഇങ്ങനെ ഫിസ്ക് ആയുധങ്ങൾ കടത്തുന്നുണ്ടതിന് തെളിവ് ലഭിക്കും. അതുകൊണ്ട് എന്തായാലും രണ്ടുപേരും ഒരുമിച്ച് സ്പ്ലിറ്റ് ആവാതെ അരിയാനെ ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് തീരുമാനമെടുത്ത് ഇറങ്ങുമ്പോൾ അവരറിയുന്നില്ലല്ലോ ഇങ്ങനെ ഒന്നും പറയാതെ പിടിച്ചുകൊണ്ട് പോയതേക്കുറിച്ച്. അങ്ങനെ മുഖം മറിച്ച് നഗരത്തിൽ നടക്കുമ്പോഴാണ് അടുത്ത പുകില്. മാറ്റ് മർഡോക്ക് മിസ്സിംഗ്, കണ്ടെത്തുക, സംരക്ഷിക്കുക, മേയറുടെ ഉത്തരവ്. അധികം പുറത്തു നിൽക്കാതെ അവർ തിരികെ ഒളിത്താവളത്തിലേക്ക് തന്നെ പോകേണ്ട സ്ഥിതി. BBTV റിപ്പോർട്ട്സ് നോക്കിയാൽ നോർത്തേൺ ഷിപ്പ് മുങ്ങിയതിൻ്റെ പിന്നിൽ ഡെയർഡെവിൾ ആണെന്നും അവൻ നാശമെന്നൊക്കെയാണ് സംസാരം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഫിസ്കിനും വലിയ അനുകൂലമുള്ള നേരമല്ല ഇത്. ടാസ്ക് ഫോഴ്സിൻ്റെ ചോദിക്കാതെയും പറയാതെയുമുള്ള അറസ്റ്റ് ജനങ്ങൾ കാണുന്നതും ഒരു വഴിയിൽ കൂടുതലുള്ള മേയറിനെതിരെയുള്ള സംഘങ്ങളുടെ തിരിച്ചുവരവും പോരാത്തതിന് ഫിസ്കിൻ്റെ മാസ്ക് ധരിച്ച് ആക്ഷേപരൂപേണ വിമർശിച്ച ഫൂട്ടേജൊക്കെ പരവുന്നത് അയാൾക്ക് നല്ല കാര്യമല്ല. ആ വിമർശന ട്രോൾ വീഡിയോ നോക്കിയാൽ അത് BB റിപ്പോർട്ടായി പുറത്തു വന്നതല്ല, റാൻഡമായിട്ട് ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ആയതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ആരാണെന്ന സംശയം എല്ലാവർക്കുമുണ്ട്. ഒരു കാര്യം, ആ വീഡിയോയിലായി ഡെയർഡെവിളിനെ നോർത്തേൺ സ്റ്റാറിൻ്റെ CCTVയിൽ സ്പോട്ട് ചെയ്യുന്ന ഫൂട്ടേജൊക്കെ ഫിസ്കിനും അയാളുടെ ഓഫീസിനും മാത്രം അറിയാവുന്ന കാര്യമായിരുന്നു. എന്നാൽ അതെങ്ങനെ ലീക്കായി എന്നത് ഷോക്കാണ്, പ്രത്യേകിച്ച് ബ്ലേക്കിന്. കാരണം ബ്ലേക്കിൻ്റെ ലാപ്ടോപ്പിലായിരുന്നു ആ ഫൂട്ടേജ് കിടന്നിരുന്നത്. ആരോ ആക്സസ് ചെയ്ത് ചോർത്തിയതാണ്. ഷീലയുമായുള്ള സംസാരത്തിൽ ബ്ലേക്ക് ഇത് ഇറലവൻ്റ് ആണെന്നും ഇതേക്കുറിച്ച് വീണ്ടും സംസാരിച്ച് ഒരു വിഷയമാക്കേണ്ടതും സിറ്റുവേഷൻ ശാന്തമാക്കാൻ നോക്കുന്നതിലും ഇതൊരു വലിയ പാളിച്ച തന്നെയാണ്. ഫിസ്ക് അറിഞ്ഞാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക മാത്രമല്ലായിരിക്കും, അവനെ തന്നെ തീർത്ത് കളഞ്ഞെന്നും വരാം. മർഡോക്കിനെ നഗരമെങ്ങും അന്വേഷിക്കുന്ന ഈ സമയത്ത് അരിയാനയുടെ അടുത്തേക്ക് അത്രയും ദൂരം എത്തിപ്പറ്റുക എളുപ്പമല്ല. അതുകൊണ്ട് അവരുടെ രണ്ടാമത്തെ പ്ലാൻ, ഇരുവരും അതീവ രഹസ്യമായി ഫിസ്കിൻ്റെ ഷിപ്പിംഗ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ ഡെക്കിലേക്ക് എത്തുന്നു. പുറമേ നിന്ന് നോക്കുമ്പോൾ ആ ചരക്കുകൾ വെറും സാധാരണ സാധനങ്ങളാണെന്ന് തോന്നും. ഉദാഹരണത്തിന് ഡയപ്പറുകളും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. എന്നാൽ ഫിസ്ക് അത്രയും നിസ്സാരക്കാരനല്ലെന്ന് മാറ്റിനറിയാം. ഇതൊരു കബളിപ്പിക്കലാണ്. ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാത്രം വെച്ചിട്ടുള്ളതാണിത്. ഡയപ്പറുകളൊക്കെ എക്സ്പോർട്ട് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ ആർക്കും സംശയം തോന്നില്ല. എന്നാൽ ഇതിൻ്റെ മറവിൽ ആയുധങ്ങൾ റെഡ് ഹൂക്ക് എന്ന സ്ഥലത്തേക്ക് കടത്തുകയാണ് അവരുടെ ലക്ഷ്യം. രഹസ്യമായി തന്നെ അവിടെ വീക്ഷണം ഇവർ തുടരുമ്പോൾ മറുവശത്തേക്ക് നോക്കിയാൽ ബെഞ്ചമിൻ ഡെക്സ്റ്റർ നഗരത്തിലുണ്ടെന്ന് ഉറപ്പായതോടെ ഫിസ്കിൻ്റെയും വനേസയുടെയും സുരക്ഷ പവൽ വർദ്ധിപ്പിക്കുന്നു. ടാസ്ക് ഫോഴ്സിലേക്ക് തുടക്കത്തിൽ തന്നെ ഫിസ്ക് തിരഞ്ഞെടുത്ത ഒരു ഓഫീസറാണ് പവൽ. തൻ്റെ ഭാര്യ മരണപ്പെട്ടത് വിജിലാൻഡിയായിരുന്ന വൈറ്റ് ടഗറുമൊത്തുള്ള ഒരു സ്ട്രഗിളിനിടെ ആയതുകൊണ്ട് തന്നെ ഈ പവലിന് മാസ്ക് ഇട്ടവരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. പവൽ തൻ്റെ ക്രൂരമായ പദ്ധതികൾ, ആശുപത്രിയിൽ കിടക്കുന്ന ചെറിയെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നും മാറ്റിനെ കണ്ടുപിടിച്ചിരിക്കും എന്നും ഡെയർഡെവിളെ തല വെട്ടിയെടുക്കും എന്നൊക്കെ ഫിസ്കിനോട് വിവരിക്കുന്ന കേട്ട് അയാൾക്ക് സന്തോഷവും. കൂട്ടത്തിൽ ഇത്ര രക്തദാഹിയാവരത്തിനുണ്ടല്ലോ. അങ്ങനെ ഫിസ്കിൻ്റെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് പവൽ കോളിനെ കാണുന്നത്. കോളിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. പുള്ളി ഈ ടാസ്ക് ഫോഴ്സിലെ ഒരു ലീഡറായിരുന്നു. കഴിഞ്ഞ സീസണിൽ മർഡോക്കിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഡെയർഡെവിളിനെയും പണിഷറിനെയും പിടിക്കാൻ പോയ AVTF സംഘത്തിൽ കോൾ ഉണ്ടായിരുന്നു. സംഘടനത്തിനിടെ ഫോഴ്സിലെ ഒരുത്തൻ എറിഞ്ഞ ഗ്രനേഡ് സ്ഫോടനത്തിൽ കോളിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഈ അപകടത്തോടെ പിന്നെ കുറേ മാസങ്ങളായി അപ്രത്യക്ഷരായിരുന്ന കോൾ ഇപ്പോൾ പരിക്കത്ര ഭേദമായി തോന്നുന്നില്ലെങ്കിലും വീണ്ടും എത്തുമ്പോൾ അത് വീണ്ടും AVTFൽ ചേർന്ന് വിജിലാൻഡുകളെ കൊല്ലാനുള്ള വെരിയോടെയാണ്. കോളിൻ്റെ ശാരീരികാവസ്ഥ മോശമായതുകൊണ്ട് പവൽ ആദ്യമൊന്ന് മടിച്ചെങ്കിലും അയാളുടെ ഉള്ളിലെ ആ കൊലവിളിയും ആവേശവും കൊണ്ട് പവൽ അയാളെ തിരികെ ടീമിലേക്ക് എടുക്കുന്നു. പവലിൻ്റെ നിർദ്ദേശപ്രകാരം ഇതിനിടയ്ക്ക് ചില AVTF ഓഫീസർമാർ മെട്രോ ജനറൽ ആശുപത്രിയിൽ എത്തുന്നുണ്ട്. അവിടെയാണ് ചെറിയെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്. പ്ലാൻ അയാളെ അവിടെ വെച്ച് തീർക്കാനാണ്. എന്നാൽ ചെല്ലുമ്പോഴോ അവിടെ സീൻ വേറേതും. ചെറിയുടെ റിട്ടയർഡ് പോലീസുകാരടങ്ങിയ സുഹൃത്തുക്കൾ അവിടെ അയാളോടൊപ്പം ഇരിക്കുവാണ്. സുഹൃത്തിനെ സന്ദർശിക്കാൻ വന്നതാണ് എന്നതിലുപരി ചെറിയുടെ സംരക്ഷണം തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഫോഴ്സിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അവർക്കെല്ലാം അറിയാം. ചുറ്റും ഇങ്ങനെ കാവലുണ്ടായിരുന്നതുകൊണ്ട് AVTFന് ഒന്നും ചെയ്യാൻ കഴിയാതെ മടങ്ങേണ്ടി വന്ന് അങ്ങനെ 2 മൊട്ടകൾ ലിഫ്റ്റ് വഴി താഴേക്ക് പോകുമ്പോഴാണ് ആ സംഭവം. ലിഫ്റ്റിൻ്റെ കിളിവാതിൽ തുറന്നു വരുന്നത് വേറാരുമല്ല, ബുൾസൈ. അവൻ ആ AVTF ഓഫീസർമാരെ തോക്ക് വെച്ചങ്ങ് തീർക്കുവാണ്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഫോഴ്സിലെ 2 പേർ കൂടി മരിച്ചതോടെ പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പവൽ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് ഇത് നോക്കുമ്പോൾ കാണുന്നത് ഒഴിഞ്ഞ ബെഡും റൂമും. ചെറിയും സുഹൃത്തുക്കളെയും അവിടെ നിന്ന് കാണാതായിരിക്കുന്നു. പിന്നിൽ ബുൾസയാണ്. പക്ഷേ അവൻ ആരുടെ കൂടെ നിന്നാണ്, എന്തിനു വേണ്ടിയാണ് കളിക്കുന്നത് എന്ന് പവലിനോ ഫിസ്കിനോ മനസ്സിലാകുന്നില്ല. പിന്നീട് ഫിസ്ക് വനേസ അന്നേ രാത്രി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ഡിന്നർ പാർട്ടിയെക്കുറിച്ച് സംസാരിച്ച് അവിടെ സംരക്ഷണത്തിനുള്ള സുരക്ഷ ശക്തമാക്കുന്നു. കാരണം ബുൾസൈ പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയത് തന്നെ മാനിപ്പുലേറ്റ് ചെയ്തെന്ന കാരണത്താലല്ലേ. അതും ഫിസ്കും ഭാര്യ വനേസയും.
സത്യം പറഞ്ഞാൽ ഈ വനേസ ബെഞ്ചമിൻ ഡിക്സ്റ്ററെ മാനിപ്പുലേറ്റ് ചെയ്ത് ചെയ്യിച്ച ഒരു മിഷനായിരുന്നു മർഡക്കിൻ്റെ സുഹൃത്ത് ഫോഗി നെൽസന്റെ അസാസിനേഷൻ. ഇപ്പോൾ മനസ്സിലായോ, വനേസ കാഞ്ഞൊരു വില്ലത്തി തന്നെയാണ്. ഇവർക്ക് സ്വയരക്ഷയ്ക്കായി ബക്ക് മോഡേൺ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗണ്ണുകളും സെറ്റാക്കി നൽകുന്നുണ്ട്. പക്ഷേ ബുൾസയെ പോലെ ഒരാൾക്കെതിരെ ഇതൊന്നും ഫലിക്കില്ലെന്ന് വനേസയ്ക്ക് വ്യക്തമായി അറിയാം. ഒടുവിൽ രാത്രി ആ സത്യം വെളിപ്പെടുകയാണ്. മാറ്റ് പറഞ്ഞതുപോലെ തന്നെ ഇരുട്ടിൻ്റെ മറവിൽ ഡെക്കിൽ മൊത്തവും ചുറ്റും ടാസ്ക് ഫോഴ്സ് വളഞ്ഞ് അവിടെ ഹെവി ആയുധങ്ങൾ തൂക്കിയിറക്കുകയും കയറ്റുകയൊക്കെ ചെയ്യുന്നു. ഈ കള്ളക്കളിയെ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഇനി ഒരു വഴിയേ ഉള്ളൂ. അധികം താമസിയാതെ മർഡക് ഡേർഡെവിളായി തുറമുഖത്തേക്ക് നുഴഞ്ഞു കയറുക. കാരണം ഇനി സമയമില്ല. ഇത് കൈവിട്ടു പോയാൽ കള്ളി വെളിച്ചത്ത് കൊണ്ടുവരാനുമാകില്ല. ഈ ആയുധങ്ങളൊക്കെ റെഡ് ഹോക്ക് എന്ന പോർട്ടിലേക്ക് മാറ്റിയാൽ പിന്നെ ചരക്കിനുള്ളിൽ എന്താണെന്ന് കണ്ടെത്തുക അസാധ്യമാവും. സമയം കൈവിട്ടു പോവുകയാണെന്ന് മനസ്സിലാക്കുന്ന മാറ്റ് ഫിസ്കിൻ്റെ അധീനതയിലുള്ള ആ തുറമുഖത്തേക്ക് നേരിട്ട് നുഴഞ്ഞു കയറാൻ തീരുമാനിക്കുന്നു. അവൻ അങ്ങനെ ഒരു റിസ്കി പ്ലാനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ നഗരത്തിൽ ഫിസ്കിൻ്റെ ഭരണം അടിച്ചമർത്തലായി മാറുകയാണ്. ഒരു ഷോപ്പ്, അവിടേക്ക് പർച്ചേസിന് വരികയാണ് ആഞ്ചലയും അവളുടെ ആൻറ്റി സോൾഡാഡും. ഇവരെ പറഞ്ഞാൽ നിങ്ങൾ അറിയും, മുന്നത്തെ സീസണിൽ ടാസ്ക് ഫോഴ്സ് കൊന്ന ഒരു വിജിലാൻറ്റി ഇല്ലേ, വൈറ്റ് ടൈഗർ. അതെ, വൈറ്റ് ടൈഗർ എന്ന ഹെക്ടറുടെ ഭാര്യയാണ് സോൾഡാഡും. ആഞ്ചല എന്നുള്ളത് അയാളുടെ അനന്തരവളുമാണ്. ഹെക്ടറിൻ്റെ വിവേകത്തിൽ നിന്ന് ഇവർ ഇപ്പോഴും കരകയറിയിട്ടില്ല. ഓരോന്നും സംസാരിച്ച് അവർ ഷോപ്പിൽ കയറി നിൽക്കെ തങ്ങളുടെ നെയ്ബർഹുഡിലെ ചെക്കന്മാരിൽ ഒരുവൻ അവിടുന്ന് ഒരു കുപ്പി മോഷ്ടിക്കുന്നത് കാണുന്നു. സോൾഡാഡ് അത് തിരിച്ചു വയ്ക്കാൻ പറഞ്ഞ് തർക്കമായി ഷോപ്പ് ഓണർ ചെക്കന് നേരെ തോക്ക് ചൂണ്ടി ഇവരിട്ടവയെ ടാസ്ക് ഫോഴ്സ് അവിടേക്ക് ഇടിച്ചു കയറി വരികയാണ്. സാധനം മോഷ്ടിച്ചതിന് കുട്ടിയെ പിടിക്കുകയാണെന്ന് പറഞ്ഞ് ഷോ കാണിക്കുന്ന ഓഫീസറെ പിടിച്ച് വേണ്ടെന്ന് പറയുന്ന സോൾഡാഡിനെ ഇവരെന്ത് ചെയ്യുന്നു, ജോലി തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് ആ പാവത്തിനെ ഒരു ദാക്ഷിണ്യം കൂടാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ഇതറിഞ്ഞ് പെട്ടെന്ന് തന്നെ നെയ്ബർഹുഡിലെ ലോക്കൽസ് എത്തി അമർഷം പ്രകടിപ്പിക്കുന്നതിലും ഉദ്യോഗസ്ഥർ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ആഞ്ചലിക്ക് ഇതൊരു ഷോക്കാണ്. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന് ഒടുവിൽ എത്തിച്ചേരുന്നത് നമ്മുടെ ക്രിസ്റ്റ്യൻ മക്ഡഫിക്ക് അടുത്തേക്കാണ്, നമ്മുടെ ലോ ഫേമിൻ്റെ പാർട്ണർ. അതിൻ്റെ ഒരു റീസണുണ്ട്, അത് പറയാം. അതിനു മുന്നേ ബ്ലെയ്ക്കിൻ്റെ കാര്യം നോക്കിയാൽ അവൻ പെട്ട്. ഫിസ്ക് ആ വിമർശന വീഡിയോ കണ്ട് ബ്ലെയ്ക്കിനോട് വിശദീകരണം തിരക്കി എങ്ങനെ ആ ഒരു ഫുട്ടേജ് ഈ വീഡിയോയിൽ എത്തിയെന്നൊക്കെ ചോദിച്ച് നല്ലോണം പൊരിക്കുന്നുണ്ട്. ബ്ലെയ്ക്ക് ആകട്ടെ താൻ ഫിസ്കിൻ്റെ നല്ലതിനു വേണ്ടി മാത്രമാണ് കുടികൊള്ളുന്നതെന്നും താൻ ഒരിക്കലും ഒറ്റില്ലെന്നൊക്കെ അവൻ പറയുന്നത് മനസ്സിൽ തന്നെയാണെന്ന് ഫിസ്കിന് തോന്നുന്നത് കൊണ്ട് കടുപ്പത്തിലൊന്നും ചെയ്യാതെ ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വിടുന്നത് തുടർന്ന് അവൻ തലപോയിച്ച് ചിന്തിച്ച് ബിബിയെ തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ഷണിക്കുകയാണ് ഡിന്നറിന് വേണ്ടിയിട്ട്. തൻ്റെ ഓഫീസിൽ നിന്നെങ്ങനെ ലീക്ക് ഉണ്ടായതിൽ സംശയിക്കുന്ന മേയർ പിന്നെ വിളിപ്പിക്കുന്നത് ഷീലയാണ്. അവൾ വരുമ്പോൾ കാണാനെന്നോണം ഓഫീസിൽ ഒരു ഫയൽ റെക്കോർഡ് വെച്ചിട്ടുണ്ട്. പോലീസ് കമ്മീഷണറായ ഗാലോയുടെ വിവരമാണത്. ഈ ഗാലോ കഴിഞ്ഞ സീസണിൽ ഫിസ്കിൻ്റെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ കുറിച്ചും ആൻറ്റി വിജിലാൻറ്റി നിയമം കൊണ്ടുവന്ന് നടത്താൻ പോകുന്ന പീഡനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും തെളിവുകളും ശേഖരിച്ച് ഗവർണറുടെ അടുത്തേക്ക് പോയി ബോധിപ്പിക്കാൻ നിന്നതായിരുന്നു. ഈ വിവരം കൊളീഗായ ഷീലയോട് പറഞ്ഞ് തൻ്റെ കൂട്ടാളിയാക്കാൻ ശ്രമിച്ചപ്പോൾ എന്നാൽ ഷീല ഭയന്ന് തുടക്കത്തിൽ തന്നെ ഇത് റെക്കോർഡ് ചെയ്ത് ഫിസ്കിന് ഒറ്റിക്കൊടുത്ത് തൻ്റെ സ്വന്തം ജീവൻ രക്ഷിച്ചു. പകരം ഗാലോയ്ക്ക് നേരിടേണ്ടി വന്നത് ഫിസ്കിൻ്റെ കൈകൊണ്ടുള്ള ബ്രൂട്ടലായിട്ടുള്ള മരണമായിരുന്നു. കൂടെ നിന്നൊറ്റുന്ന ആരായാലും ഗതി ഇതാണെന്നുള്ള ഫിസ്കിൻ്റെ ഒരു താക്കീതും കൂടിയായിരുന്നു അത്. ഇപ്പോൾ അങ്ങനെ ഓഫീസിൽ വന്നു നിന്ന് ഫിസ്ക് ഗാലോയുടെ മരണത്തിൽ ഷീലയ്ക്കുള്ള പങ്കിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ഗാലോയുടെ അതേ ഗതി ഷീലയ്ക്കും ഉണ്ടാകുമെന്ന് അയാൾ മുന്നറിയിപ്പ് നൽകുന്നു. ബ്ലെയ്ക്ക് ഒടുവിൽ ബിബിയെ ശക്തമായി സംശയിക്കുകയാണ്. തൻ്റെ സ്പേസിലേക്ക് കയറി ആക്സസ് ചെയ്ത് കള്ളത്തരം കാട്ടിയത് ബിബി ആണെന്നും അവളാണ് ആ വീഡിയോ ഫുട്ടേജിന് പിന്നിലെന്നൊക്കെ. ബിബിയെ നിരസിക്കാൻ ശ്രമിക്കുന്നെങ്കിലും ബ്ലെയ്ക്കിൻ്റെ ആ ഭയം അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. നീയാണത് ചെയ്യുന്നെങ്കിൽ നിർത്തിക്കോ, ഇല്ലെങ്കിൽ എനിക്ക് നിനക്കും പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന് ബ്ലെയ്ക്ക് അവളോട് സ്നേഹം വിടാതെ തന്നെ സംസാരിച്ച് പിരിയുന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന ആഞ്ചല മക്ഡഫിക്ക് അടുത്തേക്ക് എത്തിയതിൻ്റെ ഒരു കാര്യം അന്ന് തൻ്റെ അങ്കിളായ ഹെക്ടറെ വിജിലാൻറ്റി എന്ന് പറഞ്ഞ് പിടികൂടി ശേഷം കേസ് വാദിച്ചത് ഇവരായിരുന്നു. മാത്രമല്ല മർഡക്കിനും അവളുടെ ജീവിതത്തിൽ ഒരു വലിയ പങ്കുണ്ട്. സീരിയൽ കില്ലറായ മ്യൂസ് ഇല്ലേ, അവനൊരിക്കൽ ആഞ്ചലയെ കൊല്ലാൻ തട്ടിക്കൊണ്ടു പോയപ്പോൾ അവിടെ അഴിച്ചു വെച്ചിരുന്ന സ്യൂട്ട് വീണ്ടും ധരിച്ച് രക്ഷകനെ എത്തിയതും ഡേർഡെവിളായിരുന്നു. ആഞ്ചലയുടെ ഭയം എന്തെന്നാൽ ടാസ്ക് ഫോഴ്സ് ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോകുന്നവരാരും തിരിച്ചു വരാറില്ല. തൻ്റെ ആൻറ്റി ഇനി അവർ കൊന്നുകളയുമോ എന്നുള്ള നല്ല ആശങ്കയുണ്ട്. മക്ഡഫി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്താണ് അവൾ തൻ്റെ അങ്കിളുടെ സ്യൂട്ട് വെച്ചിരിക്കുന്ന ബോക്സ് അവിടെ കാണുന്നത്. വൈറ്റ് ടൈഗർ കൊല്ലപ്പെട്ട ശേഷം അയാളുടെ സ്യൂട്ട് അവിടെയാണ് സൂക്ഷിച്ചിരുന്നത്. മക്ഡഫിയുടെ സാന്നിധ്യത്തിൽ അവൾ അപൂർവമായ വൈറ്റ് ടൈഗർ മന്ത്രത്തകിടും സ്യൂട്ടും കയ്യിലെടുക്കുന്നു. ഇപ്പോഴത്തെ ഇങ്ങനൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ സിറ്റിയിലെ അനീതിക്കെതിരെ പോരാടാൻ ആഞ്ചല അടുത്ത വൈറ്റ് ടൈഗർ ആകുമെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണത്. ഫിസ്കിനെതിരെ പുറത്തുവരുന്ന അടുത്ത വിമർശന വീഡിയോ. ആ മുഖംമൂടിക്ക് പിന്നിൽ ബിബി അല്ലാതെ വേറെ ആരാകാൻ? ഡിന്നർ ഫംഗ്ഷന് പോകുന്നതിന് മുന്നേയായി ഫിസ്കും വനേസയും തമ്മിൽ സംസാരിക്കുന്നത് ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെക്കുറിച്ചും അവരുടെ ഈ എംപയർ സാമ്രാജ്യം വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും ഒരവകാശിയെക്കുറിച്ചുമാണ്. സ്റ്റിൽ നൗ ഇവർ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. കൊയ്ത് കൂട്ടുന്നതിനൊക്കെ ഒരവകാശി വേണ്ടേ? എന്തായാലും കോമിക്സ് വായിച്ചവർക്ക് അതേക്കുറിച്ച് അറിയാം അല്ലേ? തുടർന്നുള്ള വനേസയുടെ പാർട്ടിയിൽ ഹെദർ മാനസികാരോഗ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ദൂരെ നിന്ന് ബുൾസൈത് നിരീക്ഷിക്കുന്നുണ്ട്. പിന്നീട് അവർ ഹെദറുമൊത്തിരുന്ന് മർഡക്കിനെക്കുറിച്ചുള്ള സംസാരത്തിൽ വനേസയ്ക്ക് ആളുടെ ആ സാന്നിധ്യം നല്ലോണം അനുഭവപ്പെടുന്നുമുണ്ട്. അന്ന് രാത്രി വനേസ ഒരു ദുസ്വപ്നം കാണുന്നു.
ബുൾസൈ തന്നെ കൊല്ലുന്നതായാണ് അവൾ സ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുന്നത്. സ്വപ്നത്തിൽ കാണുന്ന നീല റോസാപ്പൂവ് ഞെട്ടി എണീക്കുമ്പോൾ ചുമല. മാട്രിക്സ് സിനിമയിലെ റെഡ് പിൽ ബ്ലൂ പിൽ പോലെ യാഥാർത്ഥ്യവും മിഥ്യയും തമ്മിലുള്ള വ്യത്യാസത്തെ സൂചിപ്പിക്കുന്ന ഒരു പരിപാടി. കൊള്ളാം. ഫിസ്ക് അവളെ സമാധാനിപ്പിച്ച് കുറച്ചുനേരം തലയണ മന്ത്രം നടത്തുമ്പോൾ ജോസീസ് ബാറിൽ വെച്ച് മാറ്റും കാരനും ഒരുമിച്ചിരിക്കുകയാണ്. അവരുടെ ഫേവറേറ്റ് ബാറാണ്. മുന്നേ ഫോഗി ഉള്ളപ്പോൾ ഈ ട്രയോയുടെ മെയിൻ ഒത്തുകൂടൽ സ്പോട്ടായിരുന്നു അത്. പിന്നൊരു കാര്യം, ഈ രണ്ടുപേരുടെയും ഇപ്പോഴത്തെ ഒളിസങ്കേതവും ഈ ബാറിൻ്റെ ഒരു മൂലയ്ക്കായാണ് സജ്ജമാക്കിയിട്ടുള്ളത്. അവിടേക്ക് ആരോ വരുന്നതായി ഫീൽ ചെയ്ത് മർഡോക്കും കാരനും വിളിക്കുമ്പോൾ അത് ആൻജിയാണ്. ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡിറ്റക്റ്റീവാണ് അവർ. മുൻപ് ചെറിയോടൊപ്പം സേവനം അനുഷ്ഠിച്ചിരുന്ന ആൻജി കുഴപ്പക്കാരിയല്ല, നീതിയുടെ സൈഡിൽ നിൽക്കുന്നവളാണ്. ജോസിയോട് അവൾക്ക് പറയാനുള്ളത് ചെറിയ സുരക്ഷിതനാണെന്നും ആരോഗ്യവാനാണെന്നും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സന്ദേശം അവിടെ ഒളിച്ചിരിക്കുന്ന മാറ്റിനും കാരനും വേണ്ടിയിട്ടാണ്. ഒപ്പം ഫിസ്കിൻ്റെ സംഘം പുറത്ത് ആക്റ്റീവായി തന്നെ ഉണ്ടെന്നും സൂക്ഷിക്കാനും മുന്നറിയിപ്പ് നൽകി പോകുന്നു. എന്തായാലും ഇതോടെ ഒരു കാര്യം വ്യക്തമായി. ബുൾസൈ ചെറിയ തട്ടിക്കൊണ്ടുപോയതല്ല, മറിച്ച് ചെറിയ സുരക്ഷിതമായൊരിടത്തേക്ക് മാറ്റാൻ സഹായിക്കുകയായിരുന്നു. ശേഷം രാത്രി കിടക്കുന്ന സമയത്താണ് മർഡക്കിൻ്റെ എൻഹാൻസ്ഡ് സെൻസസിൽ എന്തോ റോങ് അനുഭവപ്പെടുന്നത്. AVTF ഓഫീസർമാർ ബാറിലേക്ക് ഇരച്ചു കയറുകയാണ്. അവർ ജോസിയെ പിടികൂടി വാനിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നു. ഈ സമയം ഡേഡബിൾ സൂട്ട് ധരിച്ച് മർഡക്ക് അവിടെ പ്രത്യക്ഷപ്പെട്ട് ഓഫീസർമാരെ അടിച്ചു വീഴ്ത്തി ജോസിയെ രക്ഷപ്പെടാൻ സഹായിക്കുമ്പോൾ കാരൻ അവിടുന്ന് തത്രപ്പെട്ട് മാറാൻ ശ്രമിക്കുന്നു. എന്നാൽ കാരനെ കുറച്ചുപേർ പിന്തുടരുന്നത് മനസ്സിലാക്കി ഡേഡബിൾ അവരെ പിടികൂടി പെരുമാറുമ്പോൾ ഒരുവൻ കാരൻ്റെ മുന്നിലും പെടുകയാണ്. അവളും തൻ്റെ അളവെടുക്കുമ്പോൾ മൊത്തം പൊരിഞ്ഞടി. ഇടയ്ക്കൊരു മൊമെൻറ്റിൽ ഡേഡബിൾ ഓഫീസർമാരുടെ തോക്ക് കൈക്കലാക്കി അവരെ തന്നെ തോക്കിന് മുന്നിൽ നിർത്തുന്നുണ്ട്. സാധാരണക്കാരായ ജനങ്ങളെ തോക്കുകാട്ടി ഭയപ്പെടുത്തുമ്പോൾ അനുഭവപ്പെടുന്ന ആ പേടി എന്താണെന്ന് മാറ്റ് അവർക്ക് തന്നെ കാണിച്ചു കൊടുക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് സാഹചര്യം. പക്ഷേ മാറ്റ് ആരെയും കൊല്ലുന്നില്ല. അവരെ നോക്കൗട്ട് ചെയ്ത ശേഷം അവിടെ നിന്ന് മാറുന്നു. അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ മാറ്റും കാരനും വീണ്ടും ഒന്നിക്കുകയാണ്. ഇരുവർക്കും കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല അവിടെ വെച്ച് കാരൻ ഒരു ഞെട്ടിക്കുന്ന കാര്യം വെളിപ്പെടുത്തുകയാണ്. അവൾ ഒരു AVTF ഓഫീസറെ തട്ടിക്കൊണ്ടുപോയി ഫ്രാങ്ക് കാസലിൻ്റെ പഴയ ഒളിത്താവളത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇത്രയും നാൾ അവർ നമ്മളെ വേട്ടയാടുകയല്ലായിരുന്നോ? ഇനി നമുക്ക് അവരെ വേട്ടയാടാം. ദാറ്റ് മീൻസ് ഫിസ്കിൻ്റെയും ഫോഴ്സിൻ്റെയും പ്ലാൻസ് അറിയാൻ അവർക്ക് കിട്ടിയിട്ടുള്ള തുറപ്പിച്ചിട്ടാണത്. കാരൻ്റെ ഈ നീക്കം ഗുണകരമാകുമോ അതോ പവലിനെയും സംഘത്തെയും കൂടുതൽ ചൊടിപ്പിച്ച് കാര്യങ്ങൾ വഷളാക്കുമോ? നിങ്ങളുടെ ചിന്തകൾ പങ്കുവയ്ക്കൂ. അപ്പോൾ മറ്റൊരു മോൺസ്റ്റർ അധ്യായവുമായി വീണ്ടും നമുക്ക് കാണാം സുഹൃത്തുക്കളെ. ലവ് യു. ടേക്ക് കെയർ.